25 വർഷത്തെ സേവന പരിചയമുള്ള ടെക്നീഷ്യന്മാർ കൂടാതെ എല്ലാ ടെസ്റ്റുകൾക്കും 15% വിലക്കിഴിവും. വൈറ്റമിൻ ടെസ്റ്റുകൾക്ക് പ്രത്യേക പാക്കേജും ഇവിടെ ലഭ്യമാണ്. വേഗമാകട്ടെ, ഈ അവസരം പ്രയോജനപ്പെടുത്തൂ. കാരുണ്യ ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി, ഒറ്റപ്പാലം. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുമെന്ന ഫ്ലക്സ് വെച്ച് നാട്ടുകാർ. ഒറ്റപ്പാലം മൈലംപുറത്താണ് ഇത്തരത്തിൽ ഫ്ലക്സ് ഉയർന്നത്. ഒറ്റപ്പാലം നഗരസഭയുടെ വാർഡിൽ മൈലംപുറം സെന്ററിൽ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലക്സ് ഉയർന്നു. നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് സ്ഥാപിച്ച ആ ഫ്ലക്സാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഭാഗത്ത് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇനി അത്തരം പ്രവൃത്തി ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കുമെന്നുമാണ് ഫ്ലക്സിലെ സന്ദേശം. ഇങ്ങനെ ഒരു ഫ്ലക്സ് വെക്കാനുണ്ടായ കാരണം ചോദിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞതാണ് ഏറെ ശ്രദ്ധേയമായത്. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ വരും തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നത് മാസങ്ങളായി ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്നും വാണിങ്ങുകൾ പലതവണ നൽകിയിട്ടും ഇതിനൊരു പരിഹാരം കാണാതെ ആയതോടെയാണ് പോലീസിലും എക്സൈസിലും പരാതി നൽകിയത് എന്നും നാട്ടുകാർ പറയുന്നു. ബൈറ്റ്: നാട്ടിലെ ചെറുപ്പക്കാരല്ല ഇത് ചെയ്യുന്നതെന്നും പുറത്തുനിന്ന് വന്ന് ഇവിടെ ഇരുന്ന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ജനകീയ പ്രതിരോധത്തിന്റെ ആദ്യഘട്ടമാണ് ഈ ഫ്ലക്സ് എന്നും വലിയ ജനകീയ പ്രതിഷേധങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടാവുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. ലഹരി സാധനങ്ങൾ ഉപയോഗിക്കലും പിന്നെ വിൽക്കലും ഒക്കെയാണ് കാണാൻ പറ്റിയത്. നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ജനങ്ങളുടെ ഇടയിൽ കാണാൻ പറ്റിയത്. അത് കുറേ നേരം നമ്മൾ വാണിംഗ് കൊടുത്തു, പക്ഷെ അത് നിൽക്കണില്ല. പിന്നെ ഇതിനെ എക്സൈസും ഡെയിലി രാത്രി 10-11 മണിക്ക് എക്സൈസും പോലീസും വന്നിട്ട് ഡെയിലി ഇതിനെ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെ പോലുള്ള കുറച്ച് ആൾക്കാർ കൂടെ രാത്രി നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് നേരം പുറത്ത് ഇറങ്ങിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇതൊരു വാണിംഗ് എന്ന രീതിയിലാണ് ഈ ഫ്ലെക്സ് വെക്കാൻ കാരണം. ഫസ്റ്റത്തെ ഒരു പിന്നെ ബാക്കിയുള്ള നടപടികൾ പോലീസിനെ ഏൽപ്പിക്കുക, ആ വഴിക്കാണ് പറഞ്ഞിട്ടുണ്ടാവും. ഇത്ര മാത്രം. നാട്ടുകാരുടെ പിന്തുണ ഉണ്ട്. ജനങ്ങൾ മൊത്തം സപ്പോർട്ടാണ് ഇതിൽ. പിന്നെ ഇനി വരും തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മളുള്ള കാലത്തോളം നടക്കില്ല എന്നൊരു വാണിംഗാണ് നമ്മൾ മൊത്തത്തിൽ. നമ്മുടെ നാട്ടിലത്തെ ആളുകളല്ല, പുറത്തുള്ള ആളുകൾ, നമ്മുടെ പരിചയക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരല്ല കൂടുതലായിട്ട്. ഇതൊരു പാടത്തിൻ്റെ വക്കായതുകൊണ്ട് തന്നെ നിറയെ നമുക്ക് പരിചയമില്ലാത്ത വണ്ടികൾ കൊണ്ടു നിർത്തുന്നു. അവിടെയാണ് ആളുകൾ. അപ്പം നമുക്ക് ഡയറക്റ്റ് പോയിട്ട് അവരോട് ചോദിക്കുന്നതിന് പറയുന്ന പരിധികളുണ്ട്. അത് വേറെ രീതിയിലേക്ക് നീങ്ങും. പോലീസ് ആയാലും എക്സൈസ് ആയാലും രാത്രി കാലങ്ങളിൽ വന്നിട്ട് ഈ പാടത്ത് കൂടെയൊക്കെ തിരയുന്നുണ്ട്. അവർക്ക് കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉണ്ട് എന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും അറിയാം. അപ്പോൾ ജനകീയ പ്രതിരോധം എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യഘട്ടം എന്ന് വെച്ച് ഫ്ലെക്സ് വെച്ചു. ഇനി ജനകീയമായിട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഫ്ലെക്സ് വെച്ചു, എല്ലാവരെയും അറിയിക്കുക, ഇത്തരം കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ ഫ്ലെക്സ് വെച്ചതിന് ശേഷം തന്നെ നല്ല മാറ്റമുണ്ട് ഇവിടെ. ഇപ്പോൾ രാത്രി അല്ലെങ്കിൽ അറിയാത്ത വണ്ടികൾ വന്ന് നിൽക്കുന്നത് ഒരാഴ്ചയിലധികമായി. അത്തരം പ്രവണത ഇല്ല.